ദൈവത്തിന്റെ വചനത്തിൽ നാം രണ്ടാമത് കേൾക്കാനിടയായി തീർന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. മനുഷ്യന്റെ ഉദ്ദേശം. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്താണ് മനുഷ്യന്റെ ഉദ്ദേശം? മനുഷ്യന്റെ ഉദ്ദേശം വിവിധ തരത്തിലാണ്. അതാണ് പ്രാരംഭമായിട്ട് നമ്മൾ കേൾക്കാനിടയായി തീർന്നത്. അനേകം പേര് കൂടി ഇറങ്ങിത്തിരിച്ചതാണ്. ഏകദേശം സുവിശേഷ പ്രവർത്തനത്തിനായിട്ട് 14 പേരാണെന്ന് തോന്നുന്നു ഇറങ്ങിത്തിരിച്ചതാണ്. ഇന്ന് അതിലധികം പേരും നമ്മോടൊപ്പം ഇല്ല, കാണാനില്ല. എവിടെ പോയി? ഏത് വഴിത്തിരിവും തിരിയുമ്പോൾ സങ്കടമുണ്ട്. അത് നാളെ സംഭവിക്കാൻ പോകുന്നത് എന്തെന്ന് നമുക്ക് അറിയാനും പാടില്ല. അബ്രഹാമിലും ലോത്തും തമ്മിൽ വേർപിരിയാൻ പോവാ. ഒരുപോലെ ഒരുമനപ്പെട്ട് ഒന്നിച്ച് ജീവിച്ചുകൊണ്ടിരുന്നവരാ. ഒരു ജംഗ്ഷനിൽ രണ്ട് വഴിക്ക് തിരിയുന്ന പോലെ രണ്ട് വഴിക്കായിട്ട് തിരിയാൻ പോവാ. ലോകത്തിനോട് നമ്മൾ സഹോദരന്മാരാണ്. നമ്മൾ തമ്മിൽ ശണ്ടയുണ്ടാകാൻ പാടില്ല. നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്തോ. നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട് പോകും, നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട് പോകും. നമ്മൾ തമ്മിൽ വഴക്കുണ്ടാകാൻ പാടില്ല. അവിടെ വെച്ച് പിരിയുകയാണ്. എങ്ങോട്ടാ തിരിയുന്നത്? പിന്നീടുള്ള കാലങ്ങൾ മനസ്സിലാക്കി അറിയാം. രണ്ടും രണ്ട് ദിക്കിലേക്ക് തിരിഞ്ഞു. ആ തിരിയുമ്പോ നമ്മൾ അറിയില്ല ഇതിന്റെ ഗൗരവം. നമ്മൾ ഒരുമിച്ച് ഒരുമനപ്പെട്ട് നടന്നവര് ആ തിരിഞ്ഞപ്പോ നമ്മൾ ഇത്രയും ഗൗരവം വിചാരിച്ചില്ല. ഇതുപോലെ അകന്നു പോകുന്നോ, തമ്മിൽ കാണാനോ, ഒരുമിച്ചിരിക്കാനോ, ഒരുമിച്ച് കൂട്ടായ്മ ആചരിപ്പാനോ സാധ്യമല്ലാത്ത നിലയിൽ നമ്മൾ ഇപ്രകാരമായി പോകുമെന്ന് വിചാരിച്ചിരുന്നില്ല. കാരണം ഒരു പാത്രത്തിൽ ഭക്ഷണം കഴിച്ച് ഒരുമനപ്പെട്ട് നടന്ന് ഒരുമനപ്പെട്ട് പ്രതിസന്ധിയെ ഇതെല്ലാം ചെയ്ത് നടന്ന നമ്മുടെ ജീവിതമാണ്. ഇന്ന് അവരെ കാണാനില്ല, നമ്മെ അവർക്കും കാണാൻ പാടില്ല. അത്രമാത്രം അകലത്തിലായി പോയി. ഇതാണ് ആ പിരിയുന്ന ഘട്ടത്തിലുള്ള വിഷയം. വേറൊരു വിഷയമാണ് നമ്മൾ ആ വചനത്തിൽ നിന്ന് കേൾക്കാനിടയായി തീർന്നത്. എന്താ ഈ പിരിയുന്നതിന്റെ കാരണം? പിരിയുന്നതിന്റെ കാരണം എന്താണ്? അതിന് ദൈവത്തിന്റെ വചനത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത് എല്ലാ മനുഷ്യർക്കും അവരുടേതായ ഒരു ഉദ്ദേശമുണ്ട്. നിന്റെ ഉദ്ദേശം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏശാവും പറയും സ്വർഗം, കർത്താവിന്റെ അടുക്ക പോകണം. യാക്കോബിനോട് ചോദിച്ചാൽ യാക്കോബും പറയും സ്വർഗത്തിൽ പോകണം. അതല്ലാതെ അവരുടെ ഉദ്ദേശം. എന്നാൽ യഥാർത്ഥത്തിൽ അവരുടെ ഉദ്ദേശം എന്താണ്? യഥാർത്ഥത്തിൽ അവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ യാക്കോബിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകണമെന്ന് മാത്രമല്ല, സ്വർഗത്തിൽ പോകണമെങ്കിൽ ഭൂമിയിൽ വെച്ച് താൻ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഭൂമിയിൽ വെച്ച് താൻ പ്രാപിച്ചിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതുകൂടാതെ അങ്ങോട്ട് ചെല്ലാന്ന് വിചാരിക്കേണ്ട. അതാണ് യഥാർത്ഥത്തിലുള്ള ഉദ്ദേശം എന്ന് പറയുന്നത്. യേശാവിന് ആഗ്രഹം നരകത്തിൽ പോകണമെന്നല്ല, കർത്താവിന്റെ ഒരു ദൈവത്തിന്റെ അടുക്കൽ പോകണമെന്ന് തന്നെയാണ്, സ്വർഗത്തിൽ പോകണമെന്ന് തന്നെയാണ്. അതിനു വേണ്ടിയിട്ട് ഈ ഭൂമിയിൽ താൻ ജീവിച്ച് എത്തിച്ചേരേണ്ടുന്ന ഒരു സ്ഥാനമുണ്ട്. ആ സ്ഥാനത്തെ കുറിച്ച് അറിവില്ല. ഇതാണ് പ്രശ്നമായത്. നമ്മള് പറയുന്നത് കേട്ടിട്ടില്ലേ? നമ്മളെല്ലാവരും കർത്താവിന്റെ അടുക്കൽ പോകാൻ ഇറങ്ങി തിരിച്ചവരല്ലേ? നമ്മളെല്ലാവരും സ്വർഗത്തിൽ പോകാൻ ഇറങ്ങി തിരിച്ചവരല്ലേ? അതെ, ഒരു വ്യത്യാസമില്ല. ഈ യൂദയോ? അതെ, സ്വർഗത്തിൽ പോകാൻ ഇറങ്ങി തിരിച്ചതാ. പിന്നെ എന്നാ പറ്റിയേ? പിന്നെ എന്ത് സംഭവിച്ചു? സ്വർഗത്തിൽ പോകുന്നത് മരണത്തിന് ശേഷം, ശരീരം വിട്ടതിന് ശേഷം, അല്ലെങ്കിൽ കർത്താവിന്റെ വരവെങ്കിലാ. അതിനു മുമ്പ് ഈ ഭൂമിയിൽ ഞാൻ ചെന്നെത്തേണ്ടുന്ന സ്ഥലത്തിന് ഒത്തവണ്ണമുള്ള ഒരു സ്ഥാനം ഞാൻ ഈ ലോകത്ത് പ്രാപിച്ചെടുക്കേണ്ടതുണ്ട്. അത് പ്രാപിക്കുന്നവൻ, അതിനെ ലക്ഷ്യം വയ്ക്കുന്നവനാണ്
യഥാർത്ഥത്തിൽ ലക്ഷ്യബോധമുള്ളവൻ. അതില്ലാത്തവൻ ഞാൻ സ്വർഗത്തിലേക്ക് പോയി അതിവിശുദ്ധ സ്ഥലത്ത് കർത്താവിനോടൊപ്പം സ്ഥിരമായിട്ട് വസിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്, അതാണ് എൻ്റെ ഉദ്ദേശം, വേറൊരു ഉദ്ദേശമൊന്നും ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെലവാകുന്ന വിലപ്പോകുന്ന കാര്യമില്ല, നടക്കില്ല അത്. ഞാൻ എൻ്റെ കർത്താവിന്റെ സന്നിധിയിൽ പോകണമെങ്കിൽ ഈ ലോകത്തിൽ വെച്ച് തന്നെ വിശ്വാസത്താൽ പ്രാപിച്ചെടുക്കേണ്ടതും എത്തിച്ചേരേണ്ടതുമായ ഒരു സ്ഥാനമുണ്ട്. ആ സ്ഥാനം ആയിരിക്കണം എൻ്റെ ലക്ഷ്യം. ഇവിടെ നോക്കിയപ്പോ സ്വർഗത്തിൽ പോകാൻ തന്നെയാ, യേശാവ് സ്വർഗത്തിൽ പോകാൻ തന്നെയാ. പിന്നെ എന്തിനാ ജ്യേഷ്ഠാവകാശം പറ്റേ? അത് ഭക്ഷണം ഞാൻ മരിക്കേണ്ട അവസ്ഥ വരുമ്പോ മരണഭയമുണ്ട്, മരണഭയമുണ്ട്. ഈ ലോകത്തിൽ വെച്ച് തന്നെ മരണത്തെ ഭയപ്പെടാതെ വിശ്വാസത്താൽ ദൈവത്താൽ ഒരു സാക്ഷ്യം പ്രാപിക്കേണ്ടുന്ന ഒരു ലക്ഷ്യമുണ്ട്, ഒരു ലക്ഷ്യം. ആ ലക്ഷ്യമാണ് യഥാർത്ഥ ലക്ഷ്യം. ഓടുന്നവരെല്ലാവരും സമ്മാനത്തെ ലക്ഷ്യമാക്കിയാണ് ഓടുന്നത്. സമ്മാനം തന്നെ എല്ലാവരെയും ലക്ഷ്യം. പക്ഷേ കിട്ടുന്ന ഒരാൾക്ക് കിട്ടുന്നുള്ളൂ, ബാക്കിയുള്ള ആർക്കും കിട്ടിയില്ല. ഇതുപോലെ ദൈവത്തിന്റെ വചനം പറയുന്നത്, നമ്മൾ ഒരുമിച്ച് അനേകം പേര് യാത്ര ആരംഭിച്ചെങ്കിലും ഇന്ന് അനേകം പേരില്ല. ഇതുപോലെ ലോത്തും അബ്രഹാമും ഒരുമിച്ച് യാത്ര ആരംഭിച്ചതാണ്. രണ്ടുപേരുടെയും ലക്ഷ്യം എന്താ? രണ്ടുപേരുടെയും ലക്ഷ്യം തെറ്റൊന്നും വേണ്ട. അബ്രഹാം വിശ്വസിച്ചിരുന്നത് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ പട്ടണമായ സ്വർഗീയ യെരൂശലേം തന്നെയായിരുന്നു അബ്രഹാമിന്റെ ലക്ഷ്യം. അത് ലോത്തിനും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. ലോകത്തിന്റെ ലക്ഷ്യം അത് നരകത്തിൽ പോകണമെന്നൊന്നും ആയിരിക്കില്ല, ദൈവത്തിന്റെ അടുക്കൽ ചെന്ന് തന്നെ ഉള്ളത് തന്നെയാണ്. ആ സ്വർഗീയ യെരൂശലേമിൽ തന്നെ എത്തണം എന്നുള്ളത് തന്നെയായിരിക്കണം ലക്ഷ്യം. പക്ഷേ സംഭവിച്ചതെന്നറിയാവോ? നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട്, നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തല ഉയർത്തി നോക്കിയപ്പോൾ നീരോട്ടമുള്ള ഒരു സ്ഥലം, സോദോം ഗോമോറ. നോക്കിയപ്പോൾ നല്ല നീരോട്ടം, ദൈവത്തിന്റെ തോട്ടം പോലെ നല്ല ഭംഗിയായിരിക്കുന്ന ഒരു സ്ഥലം. അബ്രഹാം നോക്കിയപ്പോ ഞാൻ എങ്ങോട്ട് പോകുന്നു എന്നറിയാൻ പാടില്ല. അപ്പോൾ വചനത്തിൽ പ്രത്യേകിച്ച് എഴുതിയിരിക്കുന്നു, താൻ എങ്ങോട്ട് പോകുന്നു എന്ന് താൻ അറിയുന്നില്ല. തന്റെ ലക്ഷ്യം സ്വർഗീയമാണ്. അതിന് തക്കവണ്ണം ഭൂമിയിൽ താൻ എത്തിച്ചേരേണ്ടുന്ന വ്യവസ്ഥ എന്ന് പറയുന്നത് പരമാർത്ഥ ഹൃദയം ഉള്ളവരെ നടത്തുന്ന ദൈവത്തിൽ മാത്രമാണ് തന്റെ ആശ്രയം. ഈ ലോകത്തിൽ വെച്ച് ദൈവിക വ്യവസ്ഥയിൽ എത്തിച്ചേരാനുള്ള ഒരു സ്ഥാനമുണ്ട്. രണ്ടുപേരും അവിടെ വെച്ച് അങ്ങ് പിരിഞ്ഞു. നാളുകൾക്ക് ശേഷം സോദോം ഗോമോറ ദൈവത്താൽ നശിപ്പിക്കപ്പെട്ടു. അബ്രഹാം അതിനുവേണ്ടി പക്ഷപാതം ചെയ്തു. ദൈവം ലോത്തിനെ വിടുവിച്ചു. അപ്പോഴും അബ്രഹാമിന്റെ യാത്രയ്ക്ക് തടസ്സമില്ലാതെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. അബ്രഹാം ഈ ലോകത്തിൽ വെച്ച് തന്നെ സ്വർഗീയ പ്രാപ്തിക്കുള്ള പ്രവർത്തനം ഈ ലോകത്തിൽ വെച്ച് തന്നെ നേടി. ഈ ലോകത്തിൽ വെച്ച് തന്നെ അത് പ്രാപിക്കുവാനിടയായത്. ഇതുപോലെയാണ് ഒരു മനുഷ്യ ജീവിതം. ഞാൻ കർത്താവിന്റെ അടുക്കൽ ചെന്ന് കർത്താവിനോടൊപ്പം സ്വർഗീയ പർദീസയിൽ അല്ലെങ്കിൽ സ്വർഗീയ സിയോനിൽ വസിക്കണം, അതെന്റെ ലക്ഷ്യം തന്നെയാണ്. പക്ഷേ ഈ ജീവനുള്ളവരുടെ ദേശത്ത് വെച്ച്, ഈ ജഡത്തിൽ വെച്ച് തന്നെ ഞാൻ എത്തിച്ചേരേണ്ടുന്ന ഒരു സ്ഥാനമുണ്ടല്ലോ, ഞാൻ പ്രാപിച്ചെടുക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ. എൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് അത് മാറുന്നുവെങ്കിൽ, എൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് അത് മാറുന്നുവെങ്കിൽ ഞാൻ ഈ പറഞ്ഞ സ്ഥാനത്തെത്തില്ല. നമ്മൾ ആ 14 പേർ എത്രയോ പേരാണെങ്കിലും അത്രയും പേര് കൂടി ഇറങ്ങിയത് സംശയം വേണ്ട, സ്വർഗീയമായിട്ടുള്ള അനുഗ്രഹത്തിൽ എത്തിച്ചേരാൻ വേണ്ടി തന്നെയാണ്, സ്വർഗത്തിലെത്തി പോകാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഒരു മാറ്റമില്ല. അത് അവർക്കും നമുക്കും എല്ലാവർക്കും ഒരുപോലെയായിരുന്നു. ഇന്നും അതെ, ഇന്നും അതിനു വേണ്ടി തന്നെയാണ് കേട്ടോ.
എന്നാൽ ഈ ഭൗതിക ജീവിതത്തിൽ ദൈവത്തോടുള്ള ഭക്തിയിലും വിശ്വാസത്തിലും വിശ്വസ്തതയിലും നമ്മൾ എത്തിച്ചേരേണ്ടുന്ന ഒരു സ്ഥാനമുണ്ട്. ആ സ്ഥാനത്ത് എത്തിച്ചേർന്നാൽ മാത്രമേ നാം ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ആ ലക്ഷ്യത്തെ പ്രാപിപ്പാൻ സാധിക്കൂ എന്നുള്ള ലക്ഷ്യം അവർക്കില്ലാതെ പോയി. അതുകൊണ്ട് ഇന്ന് കർത്താവിന്റെ വചനപ്രകാരം നമ്മൾ ആദ്യം കേട്ടതുപോലെ തന്നെ ശിമെയോൻ പറഞ്ഞതുപോലെ, ഇപ്പോൾ നാഥ നീ എന്നെ സമാധാനത്തോടെ വിട്ടയക്കും. സമാധാനത്തോടെ ശുശ്രൂഷ തികച്ച് വിശ്വാസത്തിന്റെ സാക്ഷ്യം പ്രാപിച്ച് ഓട്ടം തികച്ച് ദൈവത്തിന്റെ മുമ്പാകെ പൂർണ്ണ സമാധാനത്തിലെത്തുന്ന ഒരവസ്ഥ വന്നിട്ട് വേണം ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ, കർത്താവേ എന്നെ സ്വർഗത്തിലേക്ക് എടുക്കണമെന്നല്ല, ദൈവമേ നല്ലൊരവസാനം, പ്രാണൻ സമാധാനത്തിലായ ഒരവസാനം, എന്റെ അവസാനത്തെ അറിയിക്കണമേ, എന്റെ അന്ത്യം എങ്ങനെയുള്ളതെന്ന് എന്നെ അറിയിക്കണമേ. ആ ലക്ഷ്യമാണ് ഞാൻ പ്രാപിക്കുന്നത്. ആ ലക്ഷ്യമാണ് ഞാൻ ഹൃദയത്തിൽ കരുതേണ്ടത്. അത് ലക്ഷ്യമാക്കുന്നവൻ വിശ്വാസവും ഹൃദയപരമാർത്ഥതയും വിട്ട് മരണത്തെ ഭയപ്പെടുകയോ ലോകത്തെ ഭയപ്പെടുകയോ ലോകത്തെ അനുസരിക്കുകയോ ചെയ്യുകയില്ല. അവൻ ആ ലക്ഷ്യത്തിൽ തന്നെ ചെന്നെത്തും. അവന്റെ പ്രാണൻ സമാധാനത്തിലാകുകയും ആ പരമലക്ഷ്യത്തിലേക്ക് ദൈവം അവനെ ചേർക്കുകയും ചെയ്യും. മുട്ടുമടക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ,